ഹായ് എവ്രി വൺ, ഐ എം ഷാനി ധർമിഷ് ഫ്രം Learnwise. Learnwiseനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിന്റെ 4ാം സെഷനിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ Learnwiseന്റെ വെബ്സൈറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം Learnwiseന്റെ വെബ്സൈറ്റ് അഡ്രസ് എന്താണെന്നുള്ളതാണ്. learnwise.co അഥവാ learnwise.co എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് വരുന്നത്. അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും, പൊതുവെ ഒരു ഡൊമൈൻ പാർട്ടായിട്ട് അല്ലെങ്കിൽ കൂടുതലും വെബ്സൈറ്റ്സിൽ .com ആണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ Learnwiseന്റെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. learnwise.co എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്. സ്പെല്ലിംഗ് ഒന്നും തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ Learnwiseന്റെ വെബ്സൈറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം learnwise.co എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോം പേജിൽ വന്നതിന് ശേഷം ഓരോ വിഭാഗത്തെ കുറിച്ചും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. അതിൽ ഏറ്റവും മുകളിൽ ടോപ്പ് ബാറിലായിട്ട് നമുക്ക് കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, IGNOU ഡിഗ്രി ഫസ്റ്റ് ഇയർ ഉണ്ട്, IGNOU ഡിഗ്രി സെക്കൻഡ് ഇയർ ഉണ്ട്, IGNOU ഡിഗ്രി തേർഡ് ഇയർ ഉണ്ട്, അതുപോലെ PG ഇയർ 1 ഉണ്ട്, PG ഇയർ 2 ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ്. അതായത് ആദ്യമായിട്ട് Learnwiseന്റെ വെബ്സൈറ്റിൽ വരുന്ന ഒരാൾക്ക്, Learnwiseനെ കുറിച്ച് അധികം അറിയാത്ത ഒരാൾക്ക് IGNOU പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് Learnwise പ്രൊവൈഡ് ചെയ്യുന്നത് ഇയർ വൈസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേസിക്കലി അറിയാം 6 ഡിഗ്രി പ്രോഗ്രാംസിനും 5 PG പ്രോഗ്രാംസിനുമുള്ള സപ്പോർട്ടാണ് Learnwise പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ IGNOU ഡിഗ്രി ഇയർ 1ലേക്ക് വരുമ്പോൾ നോക്കുക, ബി ഓണേഴ്സ് സൈക്കോളജി, bcom ജനറൽ, BBA, ബി ഓണേഴ്സ് ഇംഗ്ലീഷ്, ബി ഓണേഴ്സ് സോഷ്യോളജി, ബി ഓണേഴ്സ് ഹിസ്റ്ററി എന്ന് പറയുന്ന 6 കോഴ്സുകൾക്കുള്ള കോച്ചിങ് ഇയർ 1ലും അതുപോലെ തന്നെ ഇയർ 2ലും ഇതേ 6 കോഴ്സുകൾക്കുള്ള കോച്ചിങ്ങും ഇയർ 3ലും ഇതേ 6 കോഴ്സുകൾക്കുള്ള കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് PGയിലേക്ക് വരാം. PG 2 വർഷമാണല്ലോ. ഇവിടെ നോക്കുക, 5 PG കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ MA സൈക്കോളജി ഉണ്ട്, mcom ഉണ്ട്, MBA ഉണ്ട്, MA ഇംഗ്ലീഷ് വരുന്നു, MA സോഷ്യോളജി വരുന്നു. എന്നാൽ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അവിടെ 6 കോഴ്സുകൾ കാണാൻ സാധിക്കും. അതിൽ 2 MA സൈക്കോളജിയുടെ തന്നെയാണ്. ഇവിടെ നോക്കുക, സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. MA സൈക്കോളജിയുടെ 2 ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻസ് ആണ്. അതിൽ ഗ്രൂപ്പ് എയിൽ ക്ലിനിക്കൽ സൈക്കോളജിയും ഗ്രൂപ്പ് ബിയിൽ കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ബാക്കി കോഴ്സുകളെല്ലാം തന്നെ സെയിം ആണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും കോഴ്സുകളിൽ പറയാനുള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സുകൾ ഇപ്പൊ നമ്മൾ IGNOU ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ BA സൈക്കോളജി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആവുകയാണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ നൗ let's come back to the home page and let's jump into the second point, IGNOUpedia. അപ്പോൾ IGNOUpedia എന്ന് പറയുമ്പോൾ IGNOUമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള IGNOUൽ ഡിഗ്രിയോ PGയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വിവിധ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരു മേഖലയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ ഒരു ബ്ലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ബ്ലോഗിനേക്കാൾ ഉപരിയായിട്ട് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസും ഇൻസൈറ്റ്സും നിങ്ങൾക്ക് IGNOUpedia വഴി ലഭ്യമാകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് IGNOU റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷനും വളരെ കൃത്യമായ സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ IGNOU അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഗൂഗിളിനെ ആശ്രയിക്കും, ഇല്ലെങ്കിൽ യൂട്യൂബ് വഴി ചെക്ക് ചെയ്യും. എന്നാലും അങ്ങനെ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഒതന്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുറച്ച് ടാസ്ക് നിറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ IGNOUpediaയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ IGNOU അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വളരെ കൃത്യതയാർന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മോട്ടിവേഷൻസ്, അതുപോലെ തന്നെ IGNOU സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ അത് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ അപ്ഡേറ്റ്സ്, എങ്ങനെ എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ IGNOU അസൈൻമെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ സബ്മിറ്റ് ചെയ്യാം, കൂടാതെ ഒരുപാട് ജനറൽ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആർട്ടിക്കിൾസ് ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് ലഭ്യമാണ്. ഒരു ലേണർക്ക് കോൺസ്റ്റന്റ്ലി എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് IGNOUpedia പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ IGNOUമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകലമാന കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു കോംപ്രഹെൻസീവ് റെപ്പോസിറ്ററി കോൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് IGNOUpedia എന്നുള്ള ഒരു പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻസ് കാണാം. അപ്പൊ എല്ലാ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ നമ്മൾക്ക് ഓരോ വിഭാഗവും സെലക്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ IGNOU നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കാം, IGNOU മോട്ടിവേഷൻ ഉണ്ട്, IGNOU സ്റ്റഡി മെറ്റീരിയൽസ്, IGNOU എക്സാംസ്, IGNOU അസൈൻമെന്റ്സ്, IGNOU ഗൈഡൻസ് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സോർട്ട് ബൈയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ബ്ലോഗ് ഓർഡറിലാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഓൾഡസ്റ്റ് ബ്ലോഗിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിളിലേക്ക് കടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദ തേർഡ് ആർട്ടിക്കിളിലേക്ക് ഞാൻ കടന്നു. അതിന്റെ പേരെന്താണ്, എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആൻ IGNOU ഡിസ്റ്റൻസ് ലേണർ ബാലൻസിങ് സ്റ്റഡി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്.
അപ്പൊ ഈ ഒരു കണ്ടന്റിൽ വളരെ കൃത്യമായിട്ട് ക്രിസ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. അപ്പൊ നമ്മൾ താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് ലേൺവൈസിന്റെ ടീമിനെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ അറിയിക്കാം. അതിന്റെ ഭാഗമായിട്ട് ലേൺവൈസിന്റെ ടീം എപ്പോഴും റിസർച്ചും അതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ലേൺവൈസ് ടീം എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തി നെയിമും മൊബൈൽ നമ്പറും ആഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലേൺവൈസിന്റെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഇഗ്നോപീഡിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മൂന്നാമത്തെ പ്രധാന പോയിന്റിലേക്ക് കടക്കാം. അതാണ് അപ്ലൈ നൗ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ നെയിം, മൊബൈൽ നമ്പർ, ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഏതാണ്, അതുപോലെ റീസൺ ഫോർ ഇൻട്രസ്റ്റ് ഇൻ ജോയിൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലേൺവൈസിന്റെ അക്കാദമിക് കൗൺസിലേഴ്സ് അതുപോലെ തന്നെ അഡ്മിഷൻ ടീം നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ തന്നെ ആപ്ലിക്കേഷന്റെ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ അവരെ കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. കമ്മിങ് ടു ദി നെക്സ്റ്റ് സെക്ഷൻ, അതാണ് ജോയിൻ കമ്മ്യൂണിറ്റി. അപ്പൊ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇഗ്നു എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വർഷാവർഷം പഠിച്ചിറങ്ങുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇഗ്നുവിന് 3 റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത്. ഈ 3 റീജിയണൽ സെന്റേഴ്സിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടും പഠിക്കുന്നുമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ലേൺവൈസിന്റെ കോച്ചിങ് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇഗ്നോ റിലേറ്റഡ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ഒരു വേദി എന്ന രീതിയിലാണ് ഇഗ്നു കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ലേൺവൈസ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒന്നായിട്ടുള്ള വാട്സ്ആപ്പ് ആണ് നിങ്ങളുമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇഗ്നു അപ്ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, BA സൈക്കോളജിക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അതിൽ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും പിന്നെ കോമൺ ആയിട്ടുള്ള ഇഗ്നോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. സോ ഇവിടെ ജോയിൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് എന്ന് കാണാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പെർട്ടിക്കുലർ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ശേഷം വരുന്നു ഗെറ്റ് ഫ്രീ റിസോഴ്സസ്. അപ്പൊ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഇന്റർനെറ്റ് വഴിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പലരും അതുവഴി പോകാറുണ്ട്. എന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ലേണേഴ്സ് ആയിക്കോട്ടെ കുറച്ച് ടാസ്ക് ആണ് ഇഗ്നോ റിസോഴ്സുകൾ വളരെ സിമ്പിൾ ആയിട്ട് ലഭിക്കുക എന്ന് പറയുന്നത്. പലരും ടെലഗ്രാം ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ടെലഗ്രാമിനെ വളരെ ആശ്രയിക്കാറുണ്ട് ഇത്തരത്തിലുള്ള റിസോഴ്സുകൾ ലഭിക്കാൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇഗ്നോ റിസോഴ്സുകളും ഒരു വിരൽത്തുമ്പിൽ എത്തിക്കാൻ ഈ ഒരു ഇഗ്നോ ഫ്രീ റിസോഴ്സസ് വഴി സാധ്യമാവും. ഇവിടെ നോക്കുക, ഓരോ കോഴ്സിന്റെയും ഇയർ വൈസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ എന്തൊക്കെയാണ്, പ്രോഗ്രാം ഗൈഡ്സ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വിഭാഗമാണത്. ഫോർ എക്സാമ്പിൾ BAPCH അഥവാ ബി ഓണർ സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയറിലുള്ള പ്രധാനപ്പെട്ട റിസോഴ്സുകൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം ഗൈഡ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അസൈൻമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ അപ്ലോഡറിൽ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ തന്നെ റിസോഴ്സുകളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിലും ഭാവിയിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട മാക്സിമം കാര്യങ്ങൾ ഇവിടെ ലഭ്യമാവും. അപ്പൊ ജോയിൻ കമ്മ്യൂണിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഇഗ്നോ ട്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇഗ്നോ പീഡിയ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് വീഡിയോസ് എല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് അതിന്റെ ഒരു റെപ്പോസിറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇഗ്നോ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ലഭ്യമാവുന്നതാണ്. ഈ അടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ 100K അഥവാ 1,00,000 സബ്സ്ക്രൈബേഴ്സിനെ തികച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചാനലിൽ ദിനം പ്രതി ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100 കണക്കിന് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വീഡിയോസ് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കുക, അത് കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം പ്ലേലിസ്റ്റുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ തന്നെയും അതിൽ തന്നെ നമുക്ക് ലെക്ചർ വീഡിയോസ് പോകുന്നുണ്ട്, ലൈവ് വീഡിയോസ് പോകുന്നുണ്ട്, അപ്ഡേറ്റ്സ് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ലേൺവൈസുമായിട്ട് കണക്ട് ചെയ്ത് ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വീഡിയോസ് എല്ലാം തന്നെ സിമ്പിൾ ആയിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇഗ്നോ ട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ, അതുപോലെ തന്നെ ഓൺ ബോർഡിംഗ് പ്രോസസ്, ഓറിയന്റേഷൻ പ്രോസസ്, അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് ഓൾ ഉണ്ട്, ലേൺവൈസ് അറിയേണ്ടതെല്ലാം, മെന്റേഴ്സ് പിക്സ്, ഇഗ്നോ സ്റ്റഡി ടിപ്സ് എന്നിങ്ങനെ വിവിധ മേഖലകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ ഇഗ്നോ ട്യൂബ് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പോകുന്നതാണ് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഒബ്വിയസ്ലി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേയിൽ എത്തിച്ചേരുകയാണ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ്.
ഇനി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ കാണാം കുറച്ച് ലെഫ്റ്റിലായിട്ട് ഒരു ബ്ലൂ ബോക്സിൽ എക്സ്പ്ലോർ അവർ കോഴ്സസ് എന്ന് പറയുന്നത്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിൽ വിത്ത് മെന്റർഷിപ്പ്, വിത്തൗട്ട് മെന്റർഷിപ്പ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് എല്ലാ കോഴ്സുകൾക്കും അവൈലബിൾ ആണ്. അതിന്റെ കോഴ്സ് പാക്കേജുകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാം. സി ഓൾ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഫിൽട്ടർ കോഴ്സുകൾ, ടെസ്റ്റ് സീരീസ്, റെക്കോർഡഡ് കോഴ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ മനസ്സിലാക്കാം. ഇത്രമാണ് ഈ ഒരു വിഭാഗത്തിൽ പറയുന്നത്. അഗൈൻ നമ്മൾ നമ്മുടെ ഹോം പേജിലേക്ക് തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ടോക്ക് ടു അവർ അക്കാദമിക് കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് ഫീഡ് ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. അതുപോലെ റീസൺ ഫോർ ഇൻട്രസ്റ്റ് ഇൻ ജോയിനിങ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ കൃത്യമായിട്ട് പൂരിപ്പിച്ചിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അഗൈൻ നമ്മൾ തിരിച്ച് ഹോം പേജിലേക്ക് വന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവർ കോഴ്സസ് എന്ന് പറയുന്ന വിഭാഗമാണ്. ഇവിടെ നമ്മുടെ ഓരോ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, 6 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് നമ്മുടെ 11 കോഴ്സുകളും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഓണേഴ്സ് സൈക്കോളജിയും MA സൈക്കോളജിയും വരുന്നുണ്ട്. കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ mcom bcom എന്നുള്ള 2 കോഴ്സുകൾ വരുന്നു. മാനേജ്മെന്റിലേക്ക് വരികയാണെങ്കിൽ BBA MBA കോഴ്സുകൾ. ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ BA ഓണേഴ്സ് ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്. സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ BA ഓണേഴ്സ് സോഷ്യോളജി, MA സോഷ്യോളജി. ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ BA ഹിസ്റ്ററി. ഇത്രയും കോഴ്സുകളാണ് 6 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ സൈക്കോളജിയിൽ BA സൈക്കോളജി നോക്കുകയാണെങ്കിൽ അതിൽ കോഴ്സ് നെയിം ആദ്യം കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ്, പ്രധാനപ്പെട്ട കോഴ്സ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. BA ഓണേഴ്സ് സൈക്കോളജി കോഴ്സ് നെയിം വന്നിട്ടുണ്ട്, ഇയർ ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ ആണ് ഇവിടെ കാണിക്കുന്നത്. ഡ്യൂറേഷൻ 3 വർഷമാണ് ഡിഗ്രി കോഴ്സിന്റെ ഡ്യൂറേഷൻ. യൂണിവേഴ്സിറ്റി ഒബ്വിയസ്ലി നമ്മൾ IGNOU കോഴ്സുകൾക്കുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി IGNOU തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഓരോ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബ്രോഷർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഡൗൺലോഡ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ എൻറോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ഇവിടെ ലഭ്യമാണെന്നാണ്. എൻറോൾ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ കോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴേക്ക് വരുമ്പോൾ വൈ ചൂസ് ലേൺവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ അതില് ലേൺവൈസ് ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ലഭ്യമാവുന്നതെന്ന് ഓരോ ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും വാല്യൂഡ് നോട്ട്സ് നോക്കാം, അതുപോലെ അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എക്സാം പീഡിയ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. മെന്റേഴ്സിന്റെ സഹായമുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. താഴേക്ക് പോകുമ്പോഴാണ് രജിസ്ട്രേഷൻ ആൻഡ് എൻറോൾമെന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് IGNOUവിന്റെ 2 അഡ്മിഷൻ സൈക്കിൾസ് ആണുള്ളത്. അതിലൊന്ന് ജനുവരി അഡ്മിഷൻ സൈക്കിളും പിന്നെ ഒന്ന് ജൂലൈ അഡ്മിഷൻ സൈക്കിളും ആണ്. അപ്പോൾ ഒരു വർഷം 2 അഡ്മിഷൻ സൈക്കിളുമായിട്ട് നമ്മുടെ ലേൺവൈസിന് 56ഓളം ബാച്ചുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വളരെ ബേസിക് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഹൂ വി ആർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതില് ആരാണ് ലേൺവൈസിന്റെ പിന്നിൽ, ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള വിവിധ പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ് ലേൺവൈസിന്റെ പിന്നിലെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. താഴേക്ക് വരുമ്പോൾ അബൌട്ട് IGNOUമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. ലേൺ മോർ ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അടുത്തതാണ് ഫ്രം അക്കാദമിക് ഡയറക്ടേഴ്സ് ഡെസ്ക് എന്ന് പറയുന്നത്. ഇതില് ലേൺവൈസ് ടീമിന്റെ ഡെസ്കിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനും താഴേക്ക് വരുമ്പോൾ ബ്രോട്ട് ടു യു ബൈ പീപ്പിൾ ഫ്രം എന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ ഇവിടെ കാണാം. ലേൺവൈസിന്റെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ലേൺവൈസിന്റെ ടീം പഠിച്ചിറങ്ങിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും താഴേക്ക് വരുമ്പോൾ വി ഹെൽപ് യു ചൂസ് ദി റൈറ്റ് ഡിഗ്രി ഓർ PG പ്രോഗ്രാംസ് ടു ഫിറ്റ് യുവർ കരിയർ ആൻഡ് ലൈഫ് എന്നുള്ളത്. അതായത് IGNOUവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ലേൺവൈസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ലെഫ്റ്റ് സൈഡിൽ പറയുന്നത്. സെലക്ട് യുവർ ഡിസൈഡ് കോഴ്സ്, ഏതാണ് പെർട്ടിക്കുലർ കോഴ്സ് എന്നുള്ളത്. ഇപ്പോൾ BA ഓണേഴ്സ് ഇംഗ്ലീഷ് ആണ് എടുക്കുന്നെങ്കിൽ കോഴ്സ് തെറ്റാതെ സെലക്ട് ചെയ്യുക. ഫിൽ ഇൻ ദ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻഷുറിംഗ് IGNOU അഡ്മിഷൻ, IGNOUവിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഓൺബോർഡിംഗ് ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമ്മൾ കടക്കും. പിന്നെയാണ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ അപ്ലൈ നൗ ഓപ്ഷൻ കാണാം എന്റെ പുറകിലായിട്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം, അതുപോലെ റീസൺ ഫോർ ഇൻട്രസ്റ്റ് ഇൻ ജോയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് ഉടൻ തന്നെ നിങ്ങളെ ബന്ധപ്പെടുകയും ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നതുമായിരിക്കും. ശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷൻ ആണ് ഈ ലേൺവൈസ് ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലേൺവൈസിൽ നിന്ന് വർഷം
ആയിരക്കണക്കിന് ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽപ്പെട്ട ചിലരുടെയൊക്കെ തന്നെ ലേൺവൈസുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു വിഭാഗമാണിത്. യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. ഓരോ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ബാച്ച് വൈസ് ആയിട്ടാണ് ഓരോ വിഭാഗം, ഒരു പ്ലേലിസ്റ്റ് പോലെ നമ്മൾ ഡിവൈഡ് ചെയ്തുള്ളത്. സോ ഓരോ ബാച്ചിലുമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അതാത് ബാച്ചിൽ അല്ലെങ്കിൽ വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാനും അതിൽ നിന്ന് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കും. തൊട്ട് താഴെ തന്നെ നമ്മൾ വരുമ്പോൾ ലേണർ ടെസ്റ്റിമോണിയൽസ് കാണാം. വാട്ട് ആർ ലേണേഴ്സ് ഹാവ് ടു സേ, അതായത് ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഫോമാറ്റിൽ അല്ലാതെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും. അദ്ദേഹത്തിന് മുഴുവൻ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അവിടെ വായിക്കാൻ സാധിക്കും. സോ ഇത്രയുമാണ് ആ ഒരു ഭാഗത്തിൽ കാണാനുള്ളത്. ഇനി താഴേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത IGNOU ട്യൂബ് ആണ്. സോ നമ്മളത് ഇനി രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നില്ല. താഴേക്ക് വരുമ്പോൾ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു ഭാഗം കാണാം. ഇവിടെ വളരെ ബേസിക് ആയിട്ട് ലേൺവൈസ് അല്ലെങ്കിൽ IGNOUമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ട്സുകൾ ഒരുപാട് കാലമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറുപടികൾ, വളരെ ക്രിസ്പ് ആയിട്ടുള്ള മറുപടികളും അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും അതിന്റെ മറുപടികളും നിങ്ങൾക്ക് കാണാം. വ്യൂ ഓൾ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ചോദ്യങ്ങളും അതിന്റെ മറുപടികളും ലഭ്യമാകുന്നതാണ്. അടുത്തായിട്ട് വരുന്നു 1-to-1 കൗൺസിലിംഗ്. ഇവിടെ നിങ്ങൾക്ക് ലേൺവൈസ് ടീമിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ, അതായത് നിങ്ങൾക്ക് IGNOU എക്സ്പേർട്ടുമായിട്ട് ബന്ധപ്പെടാൻ ഒരു കോൾ വഴിയാണ് താല്പര്യമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലാണെങ്കിൽ കോൾ ചെയ്യാൻ സാധിക്കും. ഇനി സെൻഡ് വാട്സ്ആപ്പ് മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണ് IGNOU എക്സ്പേർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ, നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാവാം, അതിനൊക്കെ തന്നെ വാട്സ്ആപ്പ് വഴി ബന്ധപ്പെടാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക, IGNOU വെബ്സൈറ്റ് മൊബൈൽ ഫോണിലും അവൈലബിൾ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഒരു മൊബൈൽ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ഒരു സ്മോൾ സ്ക്രീനിലേക്ക് മാറി എന്നുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസിലേക്ക് മാറി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ സിമിലർ ആണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാനിത് പറയാൻ കാരണം മറ്റൊന്നല്ല, നിങ്ങൾ അധികം പേരും മൊബൈൽ ഫോൺ വഴിയായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് ചെക്ക്ഔട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ്. സോ അതിനുശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്കറിയാം നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അതിനുശേഷം ഏറ്റവും താഴെ വരുമ്പോൾ നമ്മുടെ UG പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നും PG പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നും കൂടാതെ ക്വിക്ക് ലിങ്ക്സ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ലിങ്ക്സിലേക്കുള്ള നമ്മുടെ ആക്സസിബിലിറ്റി ഒക്കെ തന്നെ ഏറ്റവും താഴെ ഉറപ്പുവരുത്തുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എല്ലാവരും തന്നെ ലേൺവൈസിന്റെ വെബ്സൈറ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ തന്നെ അഡ്മിഷൻ എടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരിക. പ്രധാനമായിട്ടും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ലേൺവൈസിന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് മാറിപ്പോരുത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, അഡ്രസ്സ് ശ്രദ്ധിക്കുക. learnwise.co അല്ലെങ്കിൽ learnwise.co എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. സോ ചെക്ക് ഔട്ട് ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.